ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് ദീപം വീട്ടിൽ തെളിയിക്കുന്നതിലൂടെ നമുക്ക് വരുന്ന ഐശ്വര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയാണ്. അതായത് ഉപ്പ് ദീപം വീട്ടിൽ തെളിയിക്കുന്നതിലൂടെ സർവ്വ ഐശ്വര്യമാണ് ഫലം. അതായത് നമ്മൾ ഉപ്പ് ദീപം വീട്ടിൽ തെളിയിക്കുന്നത് മൂലം നമ്മൾ സർവ്വ ഐശ്വര്യം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ നെഗറ്റീവ്സുകളെല്ലാം പോകുന്നതായിരിക്കും. നെഗറ്റീവ്സ് ഉണ്ടെങ്കിലാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഭാഗ്യങ്ങൾ ഭഗവാൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ നെഗറ്റീവ് എനർജി നമ്മുടെ റൂംസിലും നമ്മുടെ ഭവനത്തിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഫലവത്തായിട്ട് വരില്ല. അതുകൊണ്ട് തന്നെ നെഗറ്റീവ്സിനെ ഇല്ലാതാക്കി ലക്ഷ്മി സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ ഈ ഉപ്പ് ദീപം കത്തിക്കുന്നതിലൂടെ സാധിക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് പറയാം. അതായത് ഉപ്പ് ദീപം കത്തിക്കുന്നത് മെയിനായിട്ട് നമ്മൾ ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസമോ സെലക്ട് ചെയ്യാൻ നോക്കുക. ഉപ്പ് ദീപം കത്തിക്കുന്നത് നമ്മൾ ലക്ഷ്മി ദേവിയെ പ്രതിനിധീകരിച്ചാണ്. അതായത് ദേവി സാന്നിധ്യം നമ്മുടെ വീട്ടിൽ കൂടുതലുണ്ടാകും. അപ്പം ചൊവ്വ വെള്ളി ദിവസങ്ങളാണ് ദേവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ അപ്പം ആ ദിവസം അന്ന് രാവിലെ തന്നെയാണെങ്കിലും അല്ല തലേ ദിവസം വീടെല്ലാം നന്നായി വൃത്തിയാക്കിയതിന് ശേഷം പൂജാമുറിയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ ഏറ്റവും മെയിനായിട്ടുള്ള നമ്മളെന്നും വിളക്ക് കത്തിക്കുമല്ലോ. സന്ധ്യാസമയത്ത് വിളക്ക് കത്തിക്കുക. അതോടൊപ്പം തന്നെ 3 മൺചിരാവിലായിട്ട് അല്പം ഉപ്പും കൂടെ, അതായത് മൺചിരാവ് എടുക്കുക. അതിനകത്ത് കുറച്ച് ഉപ്പ്, അതായത് ഒത്തിരി ഉപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് ഉപ്പ് എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പൊടിയുപ്പ് അതാകരുത്, കല്ലുപ്പ് തന്നെ എടുക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ആ ഉപ്പ് എടുത്തതിന് ശേഷം അതിൽ നമ്മൾ നല്ലെണ്ണ, വേറെ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല, നല്ലെണ്ണ തന്നെ ഉപയോഗിക്കുക. നല്ലെണ്ണ ഉപയോഗിച്ച് ഇത് 3 മൺചിരാവിലും ദീപം കത്തിക്കുക. അത് 2 തിരിയിട്ട്, അതായത് ഒരു തിരിയെ 2ആയിട്ട് പകർത്ത് ആ 2 തിരിയിട്ട് തന്നെ കത്തിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 2 തിരി കിഴക്കോട്ട്, അതായത് 2 മൺചിരാവ് കിഴക്കോട്ട് കത്തിച്ച് വെക്കുക, ഒരെണ്ണം പടിഞ്ഞാറോട്ട് കത്തിക്കുക. അങ്ങനെയാണ് കത്തിക്കേണ്ടത്. അപ്പം 2 എണ്ണം കിഴക്കോട്ടും ഒരെണ്ണം പടിഞ്ഞാറോട്ടും കത്തിക്കുക. കത്തിച്ചതിന് ശേഷം നമ്മൾ നന്നായി ഭഗവാനെ വെച്ചാൽ ദേവി അത്രത്തോളം പ്രാർത്ഥിക്കുക. പിന്നെ അതുപോലെ തന്നെ വരുണ മന്ത്രവും ജപിക്കുക. ഓം വരുണ ദേവായ നമ എന്ന് ജപിക്കുക. അപ്പോൾ വരുണൻ ദേവനാണല്ലോ, സമുദ്രത്തിൻ്റെ ദേവൻ. സമുദ്രത്തിൽ നിന്നാണല്ലോ നമുക്ക് ഉപ്പ് കിട്ടുന്നത്. ഉപ്പെന്ന് പറയുന്നത് ഉപ്പിൽ തന്നെ ദേവി സാന്നിധ്യമാണ്. ലക്ഷ്മി ദേവി അവിടെ വാഴും എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടോ കടത്തിലോ ഒക്കെയാണ് നിങ്ങൾ വലയുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ പെട്ടെന്ന് മോചനം നേടാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ സ്റ്റാർട്ട് ചെയ്തിട്ട് 1 വീക്ക് നിങ്ങൾക്ക് കത്തിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഒരു 21 ദിവസം കത്തിക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പം അങ്ങനെ ഈ രീതിയിലാണ് നമ്മൾ വിളക്ക് വെക്കേണ്ടത്. അപ്പം മൺചിരാവ് തറയെ വെക്കാൻ പാടില്ല. വേറൊരു ഒരു ചട്ടി പോലത്തെ ഇതുണ്ടല്ലോ, അത് മൺചിരാവിൻ്റെ ചട്ടി പോലത്തെ ഇതുണ്ടല്ലോ, അപ്പോൾ അതും കൂടെ എടുക്കുക. അതിൽ നിറയെ ഉപ്പിട്ടതിന് ശേഷം അതിൻ്റെ മണ്ടയിൽ വേണം എന്ത് വെക്കാൻ, നമ്മുടെ മൺചിരാവ് വെക്കാൻ. അല്ലാതെ നമ്മൾ നിലത്ത് കൊണ്ടുവന്ന് വെക്കാൻ പാടില്ല. അഥവാ നമ്മുടെ കയ്യിൽ ആ ചട്ടി ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു വാഴയിലയോ ഇട്ടതിന് ശേഷമേ മൺചിരാവ് വെക്കാവൂ. അല്ലാതെ വെറും തറയിൽ കൊണ്ടുവന്ന് മൺചിരാവ് വെക്കാൻ പാടില്ല. അതായത് വിളക്കാണെങ്കിലും അത് തന്നെ തട്ടത്തിലോ അല്ലെങ്കിൽ ഇലയിലോ ഒക്കെ നമ്മൾ വിളക്ക് വെക്കാവൂ. അല്ലാതെ വെറും തറയിൽ നിലവിളക്കും കൊണ്ട് വയ്ക്കാൻ ഒരിക്കലും പാടില്ല. അതുപോലെ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ.